മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 51-52 വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 51-52 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. മതി. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ നടന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഈ വചനത്തിലെ വിവരണം. ഇവിടെ ഒരു മനുഷ്യന് കർത്താവിനോട് നിലവിളിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഏകദേശം 45 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. യേശു എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ കുരുടനായൊരു മനുഷ്യൻ കർത്താവിനോട് നിലവിളിക്കുന്ന കാര്യമാണ്. നമുക്കൊക്കെ ചില വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പം നമ്മൾ പോയിരുന്ന കരയും. ഇനി ഇച്ചിരൂടെ സങ്കടം കൂടിക്കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവമക്കൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ പോയിരുന്ന് നിലവിളിക്കും. ഈ നിലവിളിയുടെ മറുപടി എന്താണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ നിലവിളിയുടെ ഉത്തരം എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ മാത്രമേ നിലവിളിച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ ഒരിക്കൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വീട്ടിൽ അന്ന് യോഗത്തിൽ പ്രസംഗിക്കുക. 10-15-20 വർഷം പുറകില പ്രസംഗം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അപ്പുറത്തെ വീട് വരെ ഒന്ന് പോകണം. കാരണം 3 വീട് അപ്പുറത്ത് അവിടുത്തെ മോന് 18 വയസ്സേ ഉണ്ടായുള്ളൂ. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇപ്പോൾ ഓർമ്മയില്ല, ഒന്നുമില്ലാതെ കിടക്കുക. ഇന്ന് രാവിലെയായിരുന്നു ആക്സിഡൻറ്റ്. അപ്പം ഞങ്ങൾ അവിടെ സ്തോത്രം പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ മോൻ്റെ അമ്മ ഭയങ്കരമായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം പലരും ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. ഒരു മുറിക്കകത്താണ് പ്രാർത്ഥന. ഞങ്ങളെല്ലാം നിന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇപ്പം ഡോക്ടർ പറഞ്ഞു 0.5% പോലും ഇവൻ രക്ഷപ്പെടുമെന്ന് വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞൊരു കേസാണ്. പല പല പ്രശ്നങ്ങൾ തലയ്ക്കുണ്ട്. തലയ്ക്കാണ് മെയിൻ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്ത് കയറി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും നിലവിളിക്കുക. ഈ അമ്മ അവിടെ നിലവിളിച്ച് കരയുക. അപ്പം ആദ്യം ഞാനൊന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള വേറൊരാൾ പ്രാർത്ഥിച്ചു. അടുത്ത ആൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ ആ മുറിക്കകത്തുനിന്ന് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് വാതിലടച്ചിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങി ഫോണ് സംസാരിക്കുമ്പം അവരുടെ ഭർത്താവ് ആദ്യത്തെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ അന്നേരം വന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി കയറി വന്ന് എങ്ങനെയുണ്ടോ ചെറുക്കണക്കെന്ന് ചോദിച്ചപ്പം ഈ അകത്തുനിന്നല്ല വലിയ നിലവിളി കേട്ടപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, എന്നാ പറ്റി? അപ്പം ഭർത്താവ് പറഞ്ഞു, ഭാര്യ ഇരുന്ന് മോങ്ങുവാന്ന് പറഞ്ഞു. ഭാര്യ ഇരുന്ന്. അപ്പം ഞാൻ ഓർക്കുക, ആദ്യത്തെ പ്രാർത്ഥനയിൽ യേശുവപ്പാ എൻ്റെ മോനെ വിടുവിക്കണേ എന്ന് പറഞ്ഞ പുള്ളി രാഷ്ട്രീയക്കാരൻ വന്നപ്പോൾ പറഞ്ഞു ഭാര്യ ഇരുന്ന് മോങ്ങുവാന്ന് പറഞ്ഞു. പറഞ്ഞിച്ച് നിർത്തിയത് എൻ്റെ മുഖത്തോട്ടാണ് നോക്കി. ഞാൻ പ്രൈസലോട് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നിരിക്കും. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു. നമ്മൾ പേടിച്ച പോലൊന്നുമില്ല. മുറിയിലോട്ട് അവനെ മാറ്റിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വന്നോ, ഇനി അവൻ മരിക്കുമെന്നുള്ള കാര്യം ഈ വിഷയത്തിൽ പേടിക്കണ്ട. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഭാര്യ മോങ്ങിയതിൻ്റെ ഗുണം ഉണ്ടായല്ലോ. പുള്ളി പിന്നെ എതിലേ പോയെന്ന് യാതൊരു വിവരവും. ഇപ്പം ചിലർക്ക് ഇതിനെ മോങ്ങലെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നിലവിളിയുടെ മറുപടി ഭയങ്കരമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഇന്നതിനകത്തെ ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവ് വിശ്വസിച്ചൊരു ദൂത, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം. സ്തോത്രം. എനിക്കൊരു വചനത്തിൽ നിന്നൊരു ഉറപ്പ് ദൈവം തരുന്നു. ആർക്കൊക്കെ വേണ്ടിയോ എന്തൊക്കെയോ ചെയ്യാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലരോട് ദൈവം പറയുക, മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത്,
മനുഷ്യ കരങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നോട് ചോദിക്കുകയാണ്. എല്ലാവരോടും ചോദിച്ചില്ല, നിലവിളിച്ചവനോട് ചോദിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. അപ്പം ഇവനൊരു കുരുടനായ മനുഷ്യനാണെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. അവനെ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട്. 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അവൻ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നില വിട്ട് വിളിക്കുക. നമ്മളിപ്പോൾ ഒരു പരുവത്തിന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവർ കേൾക്ക് നമ്മൾ ഇച്ചിരി ഡീസൻ്റ് ആയിരിക്കണമെന്നൊക്കെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇച്ചിരി ശബ്ദം ഉയർത്തണേലും ഇച്ചിരി ശാന്തമായിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇവന് നിലവിട്ട് നിലവിളിക്കുക. അവൻ്റെ വിഷയം ആര് കേട്ടെന്നല്ല, എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒരു നീക്കുപോക്ക് ദൈവം തരണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവം തരുന്നൊരു ബോധ്യം, നീക്കുപോക്ക് തരുന്നൊരു നിലവിളി അവിടുന്ന് ഉയരുകയാണ്. അവൻ നിലവിളിച്ചപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചില ആൾക്കാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്തുവാ? ഈ നിന്റെ നിലവിളിയൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ നിലവിളിക്കുന്ന വേറൊരാൾ ഇഷ്ടപ്രകാരമാണോ? പറ. അല്ല. അതുകൊണ്ട് ആരൊക്കെ ശാസിച്ചിട്ടും ഇവൻ നിലവിളി നിർത്തിയില്ല. നിന്റെ പ്രാർത്ഥന നിർത്താനാ ചിലത് ശ്രമിക്കുന്നേ, പക്ഷെ നിന്റെ പ്രാർത്ഥന കൂട്ടിക്കോണം. നിന്റെ കണ്ണുനീര് നിർത്താനാ ചിലത് ശ്രമിക്കുന്നേ. ചിലർ പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ഇത് ചേരുകയില്ല, നമ്മുടെ വീടിന് ഇത് ചേരുകയില്ല എന്നൊക്കെ പറഞ്ഞ് തടയുമ്പോൾ അല്പനിമിഷം കഴിയുമ്പോൾ നീ നോക്കിക്കോണം, നിന്റെ വീടിന് ചേരുന്നൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണം. നിന്റെ കുടുംബത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തത് യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. 2024 ദൈവം ചിലതൊക്കെ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ നോക്കിയേ, ഈ ഹോളിനകത്ത് ഒരാളെ ഉള്ളെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്നാൽ ആ നിലവിളിക്കുന്നതിൻ്റെ നിലവിളി എനിക്ക് കേൾക്കാം. 2 പേരായാൽ കേൾക്കാം, 10 പേരായാൽ കേൾക്കാം, 500 പേര് ഇതിനകത്ത് തിങ്ങിക്കൂടിയാൽ ഇച്ചിരി പ്രയാസ കേൾക്കാൻ. 5000 പേര് കൂടിയാലോ ഭയങ്കര പ്രയാസം, കേൾക്കാനേ പറ്റത്തില്ല. പക്ഷേ 1,00,000 പേര് കൂടിയാലും യേശുവിൻ്റെ കാത് ഫാഷൻ പരേഡിൻ്റെ പുറകെ അല്ല. ആര് നിലവിളിക്കുന്നുണ്ടോ അവൻ്റെ കാതുകൾ ദർശിക്കുക, ശലോമോൻ പ്രാർത്ഥിക്കുക. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യഹോവയുടെ കണ്ണും ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യഹോവയുടെ കാതും തുറന്നിരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യൻ്റെ ധൈര്യമാണ് പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള ധൈര്യം. എത്ര പേര് അതിന് ആമീൻ പറയും? ഞാൻ ഇനി വചന വെളിപ്പാടിലോട്ട് വരിക. പലരവനെ ശാസിച്ചിട്ടും അവൻ നിലവിളിച്ചു. ബൈബിൾ വായിക്കുന്നേ, യേശു അവിടെ നിന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആര് ശാസിച്ചോ, ആരിവന്റെ നിലവിളി നിർത്താൻ ശ്രമിച്ചോ അവനെ കൊണ്ട് തന്നെ ഇവനെ വിളിപ്പിച്ചു. ശത്രുക്കളുടെ മുൻപിൽ തന്നെ വിരുന്നൊരുക്കുന്ന ദൈവമാ. ആര് നിന്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്തോ അവനെ കൊണ്ട് തന്നെ നിന്നെ വിളിപ്പിക്കാൻ ഓർഡർ ഇടുന്നവനാ ദൈവം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അല്പം കൂടെ ഗഹനമായിട്ട് ദൂതിനെ നമുക്ക് കൊണ്ടുപോകാം. എനിക്ക് ആത്മാവിലൊരു ബോധ്യം തരിക, ആരൊക്കെ നിനക്ക് ദോഷം ചെയ്തോ അവരെ കൊണ്ട് തന്നെ നിന്നെ വിളിപ്പിക്കുന്നൊരു ദൈവമാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ആര് നിനക്കെതിരെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ തീർക്കാൻ ഹാമാൻ കഴുകുമരം ഉണ്ടാക്കിയെങ്കിൽ ആ ഹാമാനെ കൊണ്ട് തന്നെ മൊർദെഖായിയെ രാജാവിൻ്റെ കുതിരപ്പുറത്ത് ഇരുത്തി ആദരിപ്പിച്ച ദൈവമാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ചുറ്റുപാടുകളിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്, നിന്റെ ദേശത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. നിന്റെ വായെ ആരടയ്ക്കാൻ ശ്രമിച്ചോ അവൻ്റെ മുമ്പിൽ വെച്ചു തന്നെ
ഞാൻ അവിടെ എങ്ങും പ്രസംഗിക്കുന്നില്ല, കാരണം അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. അവൻ നിലവിളിക്കുക. അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തേച്ച് പറ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാന്ന് പറ. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം കാണാതെ പറയാമോ? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഈ നിലവിളി വെറും നിലവിളിയല്ല, ഈ നിലവിളിയുടെ അപ്പുറത്ത് ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ടൊക്കെ കുവൈറ്റിലുള്ള ഭർത്താവിനോട്, ഒമാനിലുള്ള ഭാര്യയോട്, അമേരിക്കയിലുള്ള മോനോടൊക്കെ സംസാരിക്കണമെങ്കിൽ ഫോൺ കോൾ ബുക്ക് ചെയ്യണം. സ്തോത്രം. എക്സ്ചേഞ്ച് വിളിച്ച് പറയണം, സ്തോത്രം, എൻ്റെ കുവൈറ്റിലുള്ള മോൻ്റെ നമ്പർ ഇതാണ്, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അന്നേരം അവർ പറയും, ഉച്ച കഴിയുമ്പോൾ ഫോണിനടുക്കൽ ഇരുന്നോണം, കിട്ടുന്നതനുസരിച്ച് വിളിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 3:30 ആകുമ്പോൾ ഒരു ഫോണ് നമ്മൾ ചെന്ന് എടുക്കുമ്പം, ഹലോ, ഇപ്പോൾ എക്സ്ചേഞ്ചിൽ നിന്നാണ്, കട്ട് ചെയ്യരുത്, മോൻ ലൈനിലുണ്ട്, സംസാരിച്ചാട്ട്. അങ്ങനെ സംസാരിച്ച്. ഇപ്പം അങ്ങനെ വല്ലതും ആണോ? ഇവിടെ കുത്തുകയും അവിടെ ബെല്ലടിക്കുക ഒന്നിച്ച. കുത്തിയ കൈ ഫോണിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ അവിടെ ബെല്ലടിക്കും. അടുക്കലുണ്ട് ആൾ വിളി, ഹലോ. ശ്രദ്ധിക്കണം, നീ വിളിക്കുന്ന ഫോൺ കോളിന് അറ്റത്ത് വിളി കേൾക്കുന്ന ഒരു കാതുണ്ട്. ഒരാമയും വരുന്നില്ല. നിനക്കാരുണ്ടെന്ന് ചോദിക്കുന്നവരോട് ഉത്തരം, വിളിച്ചാൽ വിളിപ്പുറത്ത് എൻ്റെ ദൈവം നിൽപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായ കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും ദൈവത്തെ വിളിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. അത് 14 ദിവസം സൂര്യൻ ഉദിച്ചില്ലേലും പൗലോസ് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ മറുപടി വരും. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. എനിക്ക് വിട്ടിരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂതുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നീ അറിയാത്തതും മഹത്വവും എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്ന് ചില അറിവ് എനിക്ക് ഉണ്ടാകണം, എൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് അറിയണം, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എനിക്ക് അറിയണം ദൈവത്തിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയാം, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ദൈവം വെളിപ്പെടുത്താൻ പോകുക. എത്ര പേർ അമ്മയെന്ന് ആമീൻ പറയും? നീ തകർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവത്തിന് നിന്നെ മാനിക്കാനുണ്ട്.